കേരളത്തിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസത്തിനുള്ളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരനും കോഴിക്കോട് നിന്നും ദിൽഷ തിലകനുമാണ് ചേരുന്നത്. ആദ്യം ദിൽഷയിലേക്കാണ്. ദിൽഷ, കഴിഞ്ഞ ദിവസമൊക്കെ മലബാർ മേഖലയിൽ വലിയ തരത്തിലുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. മഴ മൂലമുണ്ടായ നാശനഷ്ടങ്ങളും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ എങ്ങനെയാണ് കോഴിക്കോട്ടെ ഒരു കാലാവസ്ഥ? മഴയുണ്ടോ? ഏത് തരത്തിലാണ് മുന്നറിയിപ്പുള്ളത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് മഴ ആരംഭിക്കുന്നത്. ഇന്നലെ ഏകദേശം അർദ്ധരാത്രി വരെ ഈ മഴ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വടക്കൻ കേരളത്തിലുടനീളം നമ്മൾ കണ്ടതാണ്. വെള്ളക്കെട്ട്, അതുപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂര തകർന്ന് വീഴൽ, അങ്ങനെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. എന്നാൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. നിലവിൽ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയില്ല എന്നും. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലുടനീളം മഴ മുന്നറിയിപ്പുകളുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ പുഴകളിലെല്ലാം തന്നെ ഇറങ്ങാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തുഷാരഗിരി, നാരങ്ങത്തോട്, പത്തങ്കയം എന്നീ പുഴകളിൽ ഇറങ്ങുന്നതിനും തീരങ്ങളിൽ പ്രവേശിക്കുന്നതിനുമെല്ലാം തന്നെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യത ഉള്ളതിനാലാണ് ഇതിനൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ജില്ലയിലുടനീളം മഴ ശക്തമായതിനെ തുടർന്ന് പലയിടത്തും കടൽക്ഷോഭം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളിൽ ഹാർബറിലെ ഒരു മത്സ്യത്തൊഴിലാളി കടൽക്ഷോഭത്തിൽപ്പെട്ട് മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായി. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് ഒന്ന് ശ്രദ്ധിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ മലയോര മേഖലയെക്കുറിച്ചാണ്. ചെറിയ തോതിൽ ഒരു മഴ പെയ്താൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇവിടെയും മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഇവിടെയും മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തെളിഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അറിയുന്നത്. സ്വാതി. ശരി ദിൽഷ.